ശ്രീ നിജേഷ് അരവിന്ദ്, ഇപ്പോൾ നമുക്ക് മുൻപ് സംസാരിച്ച മിഥുൻ വിജയകുമാർ ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ റിപ്പോർട്ട് പുറത്തുവിട്ട ആ സംഘടനയുടെ അല്ലെങ്കിൽ ആ പത്രപ്രവർത്തകരുടെ ഇനീഷ്യേറ്റീവിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചാണ് മിഥുൻ വിജയകുമാർ സംസാരിച്ചത്. ഞാനിപ്പോൾ ഫെബ്രുവരി 8 നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ നടത്തിയ ഈ ധവളപത്രം പുറപ്പെടുവിച്ചുകൊണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകുകയാണ്. അതായത് 10 വർഷം മുൻപ്, മോദി അധികാരത്തിൽ വരുന്നതിന് 10 വർഷം മുമ്പ് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ത് ആയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ധവളപത്രമാണ് പുറത്തിറക്കിയത് എന്നാണ് BJPയുടെ അവകാശവാദം. അതിൽ അക്കമിട്ട് പറയുന്ന ഒരു കാര്യം ഈ കൽക്കരി കുംഭകോണമാണ്. 1,86,000 കോടിയുടെ അഴിമതി നടന്നു എന്ന് പാർലമെന്റിൽ വീണ്ടും 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 നിർമ്മല സീതാരാമൻ പറയുന്നൊരു സാഹചര്യമുണ്ടായി. ഇത് നോക്കൂ, 2 ദിവസം കഴിഞ്ഞു ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ട്. മിഥുൻ സൂചിപ്പിച്ചതുപോലെ വെസ്റ്റ് ബംഗാളിലെ അവിടുത്തെ ചില പ്രശ്നങ്ങൾ മൂടിവെക്കാനുള്ള ശ്രമമാണ് മഹുവ മൊയ്ത്രയിലൂടെ ഈ ഒരു റിപ്പോർട്ടായി പുറത്തു വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ലേ? നിങ്ങളുടെ സമുന്നതരായ ഒരു നേതാക്കളും ഈ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടുന്നില്ല. ഈ നിങ്ങളുടെ UPA സർക്കാരിൻ്റെ അവസാന കാലത്ത് എല്ലാം കേട്ടിരുന്ന ഒരു വാദമുണ്ട്. അദാനിക്ക് വേണ്ടിയും ഇത്തരത്തിൽ അന്ന് കൽക്കരി ഇടപാടുകൾ നടന്നു എന്നൊരു വിമർശനം അന്നേ ഉയർന്നതാണ്. ഈ 2015 ഇത് തുടർന്നപ്പോഴും നിങ്ങൾ മിണ്ടാതിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നു. നിങ്ങൾ വളരെ വലിയൊരു മൗനം പാലിക്കുകയാണ്. നിങ്ങൾക്ക് പ്രതികരിക്കാനില്ലേ ഈ വിഷയത്തിൽ? ദയവുചെയ്ത് ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത്. നിങ്ങൾ ഈ വിഷയത്തിലെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ പഠിക്കുക. കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശാണ് ഈ വിഷയത്തിൽ ആദ്യമായിട്ടും ഇടയ്ക്കിടെയും ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഉന്നയിച്ചില്ല എന്നുള്ളത് പറയരുത്. ജയറാം രമേശ് അല്ല, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ 2 ദിവസമായല്ലോ ദേശീയ രാഷ്ട്രീയത്തിലടക്കം വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്ത വരുന്ന ഒരു സാഹചര്യവുമുണ്ടല്ലോ. അല്ല, അത് ഈ 2 ദിവസം എന്നുള്ളതൊരു ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു മാധ്യമം പുറത്തുവിട്ടു, അത് ശ്രദ്ധയിലേക്ക് എത്താൻ സമയമെടുക്കും. ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിലുള്ള സ്ഥിരമായ നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഏത് റോഡും അവസാനിക്കുന്നത് അദാനിയിലാണ്. അത് കൽക്കരിയുടെ റോഡാണെങ്കിലും ഇറക്കുമതിയുടെ റോഡാണെങ്കിലും സിമൻറ്റിൻ്റെ റോഡാണെങ്കിലും ഏത് റോഡാണെങ്കിലും എത്തിക്കുന്നത് അദാനിയിലേക്കാണ്. ഈ കാര്യം ഏറ്റവും കൂടുതൽ ശബ്ദത്തിൽ പറയുന്നത്, ഉറക്കെ പറയുന്നത്, വളരെ ധൈര്യത്തിൽ പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളാണ്. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് ദയവ് ചെയ്ത് പറയരുത്. ഈ നിലപാടിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റും അവരുടെ കൂട്ടാളികളും അവരുടെ ഒപ്പം നിൽക്കുന്നവരും നടത്തുന്ന അഴിമതി, ആ അഴിമതിക്ക് എതിരെ നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ്. നമ്മൾക്കറിയാം, ഇലക്ടറൽ ബോണ്ടിലേക്ക് പോകുമ്പോൾ ഒരു സംശയവും വേണ്ട, ഇതുപോലെയുള്ള ആരും അറിയാതെ ലാഭം വാങ്ങിക്കൊടുത്ത ഒരു ഗ്യാപ്പിനുള്ളിലൂടെ സഞ്ചരിച്ച് ലാഭമുണ്ടാക്കിയ വലിയ കമ്പനികളുടെ പണമാണ് ഇലക്ട്രൽ ബോണ്ടായി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ BJP ഈ വിഷയത്തിൽ വല്ലാതെ പ്രതിരോധം തീർക്കുന്നത്. ആ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലും ശക്തമായിട്ട് പ്രതികരിച്ചത് കോൺഗ്രസ്സാണ്, രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് കോൺഗ്രസ് പുറകോട്ട് പോയി എന്നുള്ള ഒരു ആഖ്യാനത്തെ ഉണ്ടാക്കരുത്. അത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ നിങ്ങൾക്ക് വലിയ സേ ഒന്നുമില്ല. നിങ്ങളെക്കാൾ ഒരു 6 ഇരട്ടി BJP വാങ്ങിച്ചിട്ടുണ്ട്. 1,000 കോടി നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അത് കിട്ടാതെ ഒന്നും ഇരുന്നിട്ടില്ല. അതിൽ സുതാര്യതയില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വാങ്ങിച്ച ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം ആ ഒരു ഷെയർ നിയമവിധേയമാകുന്നില്ല. നിലിമ, വാങ്ങിയതും ആ വിഷയത്തിലുള്ള നിലപാടും രണ്ടാണ്. ഒരു നിയമമായി വരുന്ന സമയത്ത് കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് അത് പുറത്തു പറയാൻ ബാധ്യസ്ഥരാണ്, പറയേണ്ട സമയത്ത് അത് പറയും. പക്ഷേ ആ നിലപാട് ഇലക്ട്രൽ ബോണ്ട് വന്ന സമയം മുതൽ കോൺഗ്രസ് എടുത്ത നിലപാട് ഇത് അഴിമതിക്ക് വഴിയൊരുക്കുന്നതാണ് എന്നാണ്. ഞാൻ ആ നിലപാടിനെ പറ്റി മാത്രമാണ് പരാമർശിച്ചത്. കാരണം അങ്ങനെയൊരു നയം വരികയും കോൺഗ്രസ്സിന് മാത്രം ഫണ്ടില്ലാതെ പോകുന്ന ഒരു സാഹചര്യം വരാനും പാടില്ല. അതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ വലതുപക്ഷ നിരീക്ഷകൻ അദ്ദേഹം ഇതിൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റി, ഈ മാധ്യമത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കേണ്ടത് ഈ 2 BJP മന്ത്രിമാർ അല്ലെങ്കിൽ നേരത്തെയുള്ള BJP MP-മാർ എഴുതിയ കത്ത് അത് യാഥാർത്ഥ്യമാണോ? ഇത് ഇല്ലാത്ത കത്ത് ഏതെങ്കിലും മാധ്യമം പടച്ചുണ്ടാക്കിയതാണോ? ഈ കത്തുമായി ബന്ധപ്പെട്ട് മറുപടി പീയൂഷ് ഗോയൽ നൽകിയ മറുപടി യാഥാർത്ഥ്യമാണോ? തുടങ്ങിയ കാര്യങ്ങളാണ്. അദ്ദേഹം വളരെ ലാഘവത്തിൽ പഴയതും ഇതും കമ്പയർ ചെയ്താൽ ഇതാണ് കുറച്ചുകൂടി മെച്ചം എന്ന് മനസ്സിലാകും എന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം എനിക്ക് പിടികിട്ടുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കേണ്ടത് ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ്. ഇത് ഈ ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് നടത്തിയ
സ്വജനപക്ഷപാതത്തിൻ്റെ അഴിമതിയുടെ ഒരു കഥ മാത്രമാണ്. ഒരുപാട് മേഖലയിൽ വളരെ ശാസ്ത്രീയമായി അഴിമതി നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് നാഷണൽ ഹൈവേ കോൺക്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിലെ സിമെൻറ്റ് കമ്പനികളൊക്കെ അദാനിയുടേതാകുന്നു. ഏത് കാര്യവും അദാനിയുടേതാകുന്നു. അത് നമ്മൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഈ സർക്കാർ മാറിയാൽ മാത്രമേ, ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് മാറിയാൽ മാത്രമേ ഇവർ ഈ 10 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തെ കൊള്ളയടിച്ച, ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങളെ കൊള്ളയടിച്ച, ഈ രാജ്യം ഉണ്ടാക്കിയെടുത്ത സമ്പത്തിനെ കൊള്ളയടിച്ച കഥകളൊക്കെ പുറത്തു വരും. നമ്മൾക്ക് അതിനുവേണ്ടി കാത്തിരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി കൈകോർക്കുകയും ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് എന്നാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്.